നമസ്കാരം. പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായി തള്ളി പി.ജെ. കുര്യൻ. ബി.ജെ.പിയിൽ നിന്ന് ആരും സമീപിച്ചിട്ടില്ല. വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാമായിരുന്നുവെന്നും പി.ജെ. കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന വലിയ അഭ്യൂഹങ്ങൾ വാർത്തകളൊക്കെ പുറത്തുവരികയാണ്. എന്താണ് പി.ജെ. കുര്യൻ ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. താങ്കളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നു, മത്സരം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ബി.ജെ.പിയുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ബി.ജെ.പിയിൽ ആരും എന്നെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെ സമീപിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥി ആവുകയില്ല. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ഈ വാർത്തകളെല്ലാം തികച്ചും അവാസ്തവമാണ്, നുണക്കഥകളാണ്. മനസ്സിലായി? ബി.ജെ.പി. പത്തനംതിട്ട സീറ്റ് ഒഴിച്ചിടുന്നു. താങ്കൾ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളുമായി ഒരുപാട് അടുപ്പമുള്ള നേതാവാണ്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെയാണോ? അല്ല, ബി.ജെ.പി. സീറ്റ് ഒഴിച്ചിടുന്നത് എന്താണെന്ന് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളോട് തന്നെയല്ല, CPM-ലെ മുതിർന്ന നേതാക്കളോട് നല്ല ബന്ധമുണ്ട്. ഞാൻ പേര് പറയും. എറണാകുളത്ത് മത്സരിക്കുന്ന പി. രാജീവ് എൻ്റെ നല്ല സുഹൃത്താണ്. സുരേഷ് കുറുപ്പ് എൻ്റെ നല്ല സുഹൃത്ത്, വളരെ നല്ല സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. ഞാനും സുരേഷ് കുറുപ്പിനോടും തമ്മിൽ മത്സരിച്ചെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്ത്. താങ്കൾക്ക് കോൺഗ്രസിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരു ചിന്ത, താങ്കൾക്ക് കോൺഗ്രസ്സുകാരനായി തന്നെ എല്ലാ കാലത്തും തുടരണം, അത് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണോ? പിന്നെ ഇത്തരം ചോദ്യമല്ല അപ്രസക്തമാണ്. എന്നാലും ഞാൻ മറുപടി പറഞ്ഞേക്കാം. എനിക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം എന്നോട് ചോദിച്ചതാണ്. എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് പറഞ്ഞതാണ്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. ചാനലുകളോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം ആകാമായിരുന്നല്ലോ. ഞാനിവിടെ മത്സരിക്കുമായിരുന്നു, എനിക്ക് വേണമായിരുന്നെങ്കിൽ. വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് കൊടുക്കുന്നിടത്ത് എൻ്റെ പേര് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞാണ് എൻ്റെ പേര് ഒഴിവാക്കിയത്. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കിട്ടുമെങ്കിൽ പിന്നെ വേറെ പിന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പുറത്തു വന്നു. എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? UDF മികച്ച വിജയമാണോ, അതോ എന്തെങ്കിലും പരാതികളോ മറ്റോ ഉണ്ടോ സ്ഥാനാർത്ഥി പട്ടികയിൽ? അത് ഒരു പരാതിയുമില്ല. UDF നല്ല മികച്ച വിജയം, ഒന്നും സംശയമില്ല. അതിശക്തമായ നിലപാടുമായി അദ്ദേഹം ആ പാർട്ടിയിൽ തുടരുന്നു, ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് അടിവരയിട്ട് പറയുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പത്തനംതിട്ടയിൽ പി.ജെ. കുര്യൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആകില്ല എന്ന വളരെ ശക്തമായ നിലപാട് അദ്ദേഹം തുറന്നു പറയുകയാണ്. ക്യാമറമാൻ ലിബിൻ ഗോമനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ ചർച്ചയിലാണ് പത്തനംതിട്ടയെ ഒഴിവാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ 36 സ്ഥാനാർത്ഥികളാണുള്ളത്. അതേസമയം തൃശൂരിൽ BDJS മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മണ്ഡലത്തിൽ അണികൾ പ്രചരണം തുടങ്ങിയെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വോട്ടെടുപ്പിന് 30 ദിവസം മാത്രം ശേഷിക്കുമ്പോഴാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പിക്ക് കഴിയാത്തത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും തിരുവനന്തപുരത്ത് നിന്ന് R കിരൺ ബാബുവും ചേരുന്നു. അഭിലാഷ്, എന്തുകൊണ്ടാണ് വൈകുന്നത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? എപ്പോഴത്തേക്ക്? ഇന്ന് വൈകിട്ടേക്കെങ്കിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരെന്ന് അവർ പ്രഖ്യാപിക്കുമോ? സനീഷ, സാങ്കേതികമായി ബി.ജെ.പി. മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി.ജെ. കുര്യൻ ഉൾപ്പെടെ പൊതുസ്വീകാരനായ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖമായി മാറിയ ആളെ കൂടി പത്തനംതിട്ടയിൽ എത്തിച്ച് ഒരു പോരാട്ടം എന്നത് ഒരു സാധ്യതയായിരുന്നു. മറ്റൊരു സാധ്യത എന്നത് തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയെ ആ മണ്ഡലം ബി.ജെ.പി. തന്നെ ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, മറ്റൊരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുക എന്നിങ്ങനെയുള്ള പല സാധ്യതകളായിരുന്നു ബി.ജെ.പിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സാധ്യതകൾ എല്ലാം അവസാനിക്കുന്നു. ഇനി ബി.ജെ.പിയുടെ തന്നെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ തന്നെ ബി.ജെ.പി. പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത്തരം സാധ്യതാ പട്ടികകളെല്ലാം തന്നെ ബി.ജെ.പിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഈ സാധ്യതാ പട്ടിക ബുധനാഴ്ച തന്നെ ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കി വെച്ചിട്ടുമുള്ളതാണ്. പക്ഷേ ഇതിലൊരു അന്തിമമായ തീരുമാനങ്ങൾ അറിയേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി മറുപടി ലഭിച്ചിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ പി.ജെ. കുര്യൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നു, താൻ
കോൺഗ്രസ് പാളയത്തിൽ നിന്ന് മറ്റൊരിടത്തേക്കും ഇല്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോലും ചില വാർത്തകൾ അതും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ല. ഒരുപക്ഷെ BJP വീണ്ടും അധികാരത്തിൽ വരികയാണ് എങ്കിൽ, തൃശ്ശൂരിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ ഒരു രാജ്യസഭാ MP സ്ഥാനം ഉൾപ്പെടെയുള്ള ചില ചർച്ചകൾ BDJS-ഉമായി നടന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ആ നിലയിലും പുറത്തു വരുന്നുണ്ട്. അത്തരം ചില ഉറപ്പുകൾക്ക് വേണ്ടിയായിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോയത് എന്നുമുണ്ട്. എന്തായാലും മത്സരത്തിന് തുഷാർ വെള്ളാപ്പള്ളി കൂടി സന്നദ്ധനാകുമ്പോൾ ഇനി പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു പട്ടികയും കൃത്യമായി BJP-യുടെ പക്കലുണ്ട്. അത് നിശ്ചയിക്കുകയും പ്രഖ്യാപിക്കുകയും മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ അതായത് ആദ്യത്തെ പട്ടിക പുറത്തിറക്കിയപ്പോൾ BJP-യുടെ മന്ത്രി തന്നെയായ JP നദ്ദ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടാണ് പട്ടിക പുറത്തുവിട്ടത്. എങ്കിൽ മറ്റു പട്ടികകൾ ഇനി അപ്രകാരമായിരിക്കില്ല. ഏത് നിമിഷവും BJP-യുടെ അടുത്ത തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തിറങ്ങുക. അതിൽ ഒരുപക്ഷെ കേരളത്തിലെ സ്ഥാനാർത്ഥി എന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നില്ല. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ, ഒപ്പം മറ്റു മണ്ഡലങ്ങളിൽ, അതായത് ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ, ആ നിലയിലുള്ള പട്ടിക മാധ്യമ വിഭാഗം ഏത് നിമിഷവും പുറത്തുവിടാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം അത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. പത്തനംതിട്ട സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മാത്രം തീരുമാനമാകാത്തതാണ് ആ കേന്ദ്രത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാര്യം. BJP-യിലേക്കില്ല എന്ന് PJ കുര്യൻ വ്യക്തമാക്കിയതോടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആ ചർച്ചകൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പര്യവസാനം ഉണ്ടായിട്ടുണ്ട്. പ്രചരിക്കുന്നത് നുണക്കഥകൾ എന്ന് തന്നെ പറഞ്ഞ അദ്ദേഹം PJ കുര്യൻ അക്കാര്യത്തെ പൂർണ്ണമായി തന്നെ തള്ളിയിട്ടുണ്ട്. തൃശ്ശൂരിൽ BDJS മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മണ്ഡലത്തിൽ അണികൾ പ്രചാരണം തുടങ്ങിയെന്നും അദ്ദേഹം നേരത്തെ ന്യൂസ് 18-നോട് പറഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം ഡിക്ലറേഷൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും. അത് ഞങ്ങൾ മത്സരിക്കുന്ന 5 നിയോജകമണ്ഡലങ്ങളുള്ള പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക പ്രഖ്യാപിക്കും. ഞങ്ങൾ കമ്മിറ്റി കൂടി അവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. മത്സരരംഗത്തുണ്ടല്ലോ അല്ലേ? അത് 2 ദിവസത്തിനുള്ളിൽ അത് വ്യക്തമാക്കാം. കിരൺ ബാബു കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കിരൺ ബാബു, ഇവിടെ പ്രധാനപ്പെട്ട 2 കക്ഷികളും 2 മുന്നണികളും LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവർ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടങ്ങി. ഇവിടെ പക്ഷേ ഈ BDJS പോലെ വളരെ ചെറിയൊരു കക്ഷി പോലും 2 ദിവസവും കൂടെ കഴിയട്ടെ എന്ന അഭിപ്രായം പറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ വൈകുന്നത്? ഒപ്പം പത്തനംതിട്ടയിൽ PJ കുര്യൻ അക്കാര്യം നിഷേധിച്ചു കഴിഞ്ഞു പൂർണ്ണമായി തന്നെ. പത്തനംതിട്ട പിന്നെയും ഇങ്ങനെ വൈകുന്നത്, ഇന്നലെ അർദ്ധരാത്രി ഇറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും പത്തനംതിട്ട ഇല്ല എന്ന് വെച്ചാൽ അവരെന്തായിരിക്കും ആലോചിക്കുന്നത്? സനീഷ്, പത്തനംതിട്ടയെ സംബന്ധിച്ച് BJP കേരളത്തിൽ 3 മണ്ഡലങ്ങളാണ് അവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. 1 തിരുവനന്തപുരം, 2 പത്തനംതിട്ട, 3 തൃശ്ശൂർ. ഈ 3 മണ്ഡലങ്ങളാണ് അവർ ഏറെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ശബരിമല സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കാമെന്നും അതിലൂടെ അവർക്ക് ഒരു പരിധിവരെ ഒരു വിജയപ്രതീക്ഷ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി തുടക്കം മുതൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. പ്രധാനമായും കേരളത്തിൽ നിന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, MD രമേശ്, അതോടൊപ്പം K സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണിച്ചിരുന്നത്. പ്രധാന നേതാക്കളെല്ലാം ഈ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നതും ഒരു വാസ്തവമാണ്. അത്തരത്തിലുള്ള ചർച്ച തുടക്കത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ NSS-ന്റെ നിലപാട് ഏറ്റവും നിർണായകമാണ്. NSS നേതൃത്വത്തിന്റെ നിലപാട് മാത്രമല്ല, അതോടൊപ്പം തന്നെ NSS-ന്റെ ആകെ അണികളുടെ വോട്ട് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, ഇതെല്ലാം ഇങ്ങനെ വിവിധ ഘടകങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് സംസ്ഥാന നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ആശയം, ഒരാൾ ഇന്നയാൾ സ്ഥാനാർത്ഥി ആവട്ടെ എന്നതിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാന നിമിഷത്തിൽ മാത്രമാണ് PS ശ്രീധരൻപിള്ള മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള നിലപാട് വന്നതിന് ശേഷം മാത്രമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായത്. അത് MD രമേശ് തന്നെ പിന്നീട് അവസാനം വ്യക്തമാക്കി. ഞങ്ങൾ അവസാന സമയത്ത് ഒരു പേര് മാത്രമാണ് നൽകിയത്, പത്തനംതിട്ടയിൽ ആ പേര് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നത് സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മറുപടി പറയാനും കഴിഞ്ഞിരുന്നില്ല. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർ പ്രധാനമായും ചർച്ച ചെയ്തത് കേരളത്തിൽ പത്തനംതിട്ടയിലെ ഒരു സീറ്റിനപ്പുറത്തേക്ക് അവർ ചർച്ച ചെയ്ത് PJ കുര്യനെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് BJP-യിലേക്ക് വന്നാൽ അത് പത്തനംതിട്ടയിൽ മാത്രമല്ല കേരളത്തിലാകെയും ദേശീയ തലത്തിലും അത് BJP-ക്ക് ഒരു വലിയ നേട്ടമാണ്. കോൺഗ്രസിന് ഒരു കനത്ത തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ സീനിയറായ ദേശീയ നേതാവാണ്. രാജ്യസഭ
ഉപാധ്യക്ഷനായിട്ട് അടക്കം പദവികൾ, സുപ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള നേതാവാണ്. അത്തരം ഒരു ചർച്ചയും അത്തരം ഒരു ശ്രമങ്ങളും BJP നടത്തിയിരുന്നു. എന്നാൽ അതിന് PJ കുര്യൻ ഒരു തരത്തിലും വഴങ്ങിയിട്ടില്ല. PJ കുര്യൻ പൂർണ്ണമായും നോ പറയുകയാണ്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നെ ആരും ഈ തരത്തിൽ സമീപിച്ചിട്ടില്ല എന്നും തനിക്ക് പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ തനിക്കില്ലെന്നും വേണമെങ്കിൽ കോൺഗ്രസിൽ തന്നെ തനിക്ക് സീറ്റ് ലഭ്യമാകുമായിരുന്നു, താൻ വേണ്ടെന്ന് വെച്ചതാണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്തായാലും ആ അധ്യായം അവസാനിച്ചിരിക്കുന്നു. ഇനി BJPയെ സംബന്ധിച്ച് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് കേരളത്തിൽ K. സുരേന്ദ്രന്റെ പേരിനാണ് അവിടെ ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ആ കാര്യത്തിൽ കേരളത്തിൽ നേതാക്കൾക്കിടയിൽ കാര്യമായ തർക്കങ്ങളില്ല. ഇനി BJ കുര്യന്റെ അധ്യായം അവസാനിച്ചതോടുകൂടി ദേശീയ നേതൃത്വം സ്വാഭാവികമായും ഈ ചർച്ചയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ വരെ എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കിരൺ ബാബു, ഇവിടെ പത്തനംതിട്ടയിൽ അദ്ദേഹം അല്ലാതെ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളെ BJP ലക്ഷ്യമിടുന്നുണ്ടാകുമോ? ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയായ കാര്യങ്ങളല്ല, അധാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്ന് സാധാരണഗതിയിൽ മറുഭാഗത്തുള്ള ആളുകൾ വിമർശിക്കാറുണ്ട്. ഇത്തരം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പാകെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് അധാർമിക രാഷ്ട്രീയമാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ അത്തരം വിമർശനങ്ങളൊന്നും കണക്കാക്കാതെയാണ് BJP ഈ പറയുന്ന ടോം വടക്കൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ PJ കുര്യൻ നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എന്നെ ഒരു BJP നേതാവും പോലും സമീപിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന കാര്യം അവിടെയുണ്ട്. പക്ഷേ എന്തായാലും അദ്ദേഹം അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തരത്തിലും കോൺഗ്രസ് വിട്ടു പോവുകയില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കേണ്ടുന്ന നല്ല ആർജവത്തോടെയുള്ള നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ തേടുന്നു എന്ന് കണക്കാക്കേണ്ടി വരുമോ? എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ പത്തനംതിട്ട മാത്രം ഇങ്ങനെ മാറ്റിവെച്ചു എന്നതിന്. സനീഷ്, BJP ഇത് പാർട്ടി BJP ആണ്. BJPയെ സംബന്ധിച്ച് മറ്റ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെക്കാളേറെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, പ്രധാനമായും എതിർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രധാന നേതാക്കളെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരിക, അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് വരെ അവരെ കൊണ്ടുവരിക, അവരെ സ്ഥാനാർത്ഥിയാക്കുക, പ്രധാന പദവികൾ നൽകുക, ഇത്തരം ഒരു രീതി BJP നേരത്തെ തന്നെ സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി BJPക്ക് അധികാരമുണ്ട്, കൂടുതൽ അധികാരത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്ന് BJPക്ക് ലഭിക്കുന്നുമുണ്ട്. ഇത് BJP ഒരു പ്രധാന ആയുധമായി തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്നുണ്ട്. എന്നാൽ കേരള സാഹചര്യത്തിൽ, ദേശീയ സാഹചര്യത്തിൽ ഒരു നേതാവ് മാറിയാൽ സ്വാഭാവികമായും ആ നേതാവിനൊപ്പമുള്ള ഒരു വലിയ അണികളാകെ ആ നേതാവിനൊപ്പം മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു, അല്ലെങ്കിൽ അതൊരു വിജയ സാധ്യതയായി മാറുന്നു. ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിന്റെ ഒരു അവസ്ഥയിൽ, കേരളത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾക്ക് ഇത്തരം ഒരു വലിയ ഓഫർ കിട്ടിയാൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങനെ പെട്ടെന്ന് പോവുക അവർക്ക് ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായും അവർ പോയതിന് അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. അവർ ഇത്ര കാലം ഉണ്ടാക്കിയെടുത്ത ഒരു ജനങ്ങൾക്കിടയിലുണ്ടായ അവരുടെ ഒരു പ്രതിച്ഛായയുണ്ട്, വിശ്വാസ്യതയുണ്ട്. ഇതെല്ലാം കേരളത്തിൽ പ്രധാനമായതുകൊണ്ട് തന്നെ BJPയുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP അനായാസമായി കളിക്കുന്ന ഈ രാഷ്ട്രീയ കളിക്ക് കേരളത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ BJP ഇത് കേരളത്തിൽ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. BJP അതിനുള്ള ശ്രമമെല്ലാം നടത്തും. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നടത്തുന്നത് പോലെ തന്നെ കേരളത്തിലും അതിനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇവിടെ പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒപ്പം KP അഭിലാഷിലേക്കും തിരിച്ചു വരാം. എന്നോടൊപ്പം N. ലാൽകുമാർ ഇപ്പോഴും തുടരുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. ലാൽ, ഇവിടെ പത്തനംതിട്ട ഇപ്പോഴും ഏത് നിമിഷവും ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് പറയുന്നുണ്ട്. ഇതുവരെ ഏതായാലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രമാത്രം കാത്തിരിക്കേണ്ടുന്നൊരു കാര്യം പത്തനംതിട്ടയുടെ കാര്യത്തിൽ മാത്രം എന്താണ് എന്ന സംശയവും വരാമല്ലോ. PJ കുര്യൻ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി തന്നെ തള്ളിയിട്ടുണ്ട്. അങ്ങനെ എന്നെക്കുറിച്ച് അങ്ങനെ നോക്കേണ്ട എന്ന അഭിപ്രായം എന്ന കാര്യം നാട്ടുകാർക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെന്തിനായിരിക്കും പത്തനംതിട്ട ആരെയായിരിക്കും കാത്തിരിക്കുന്നത്? ഇപ്പം നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിൻ്റെ ഒരാളെ തന്നെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നതെങ്കിൽ എൻ്റെ ഒരു അസംഷനാണ്, ഇറ്റ് ക്യാൻ ബി റോങ്. അതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് മിക്കവാറും പ്രയാർ സാർ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. പക്ഷേ പ്രയാർ സാർ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. പോവില്ലോ എന്നറിയത്തില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് പ്രയാറിനോടാണ് താല്പര്യം. പ്രയാർ പ്ലസ് BJP പ്ലസ് കോമ്പിനേഷൻ ചിലപ്പോൾ NSS താല്പര്യപ്പെടുന്നുണ്ടാകാം. ആൻഡ് നായർ 2 അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. പ്രയാറിനോടൊരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തെറ്റില്ല. പക്ഷേ അത് BJPയിലേക്ക് വരാൻ എങ്ങനെയാണ്, BJP എങ്ങനെ കേന്ദ്ര നേതൃത്വം അക്സെപ്റ്റ് ചെയ്യില്ലോ എന്നൊന്നും എനിക്കറിയില്ല. അത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആദ്യം തന്നെ സിറ്റിംഗ് കാൻഡിഡേറ്റായ ആൻ്റോ ആൻ്റണിയോടെ പരിഗണിക്കുകയും ചെയ്തു. പ്രയാർ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമുണ്ട്, കോൺഗ്രസിൻ്റെ ടിക്കറ്റ് കിട്ടിയാൽ മത്സരിക്കുമെന്ന് നേരത്തെ പറഞ്ഞതുമാണ്. അപ്പോൾ ആ ഇൻറ്റൻഷനും അവിടെ കിടക്കുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്നുള്ള കാര്യം അറിയില്ല. കാര്യം അവരുടെ തുറുപ്പ് ചീട്ട് ശബരിമലയാണ്. പത്തനംതിട്ടയിൽ ശബരിമല മാത്രമാണ്. ശബരിമലയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഇടപെട്ട ആൾ പ്രയാർ സാറാണ്. അപ്പം പ്രയാർ സാറിൻ്റെ സാധ്യതകളായിരിക്കാം കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും ഇതിപ്പം ആരായാലും കോൺഗ്രസിൻ്റെ ആരാ വരുന്നതെന്ന് ഉള്ള വിഷയമല്ല. ഉറപ്പായിട്ടും ഇത് കൂടുതൽ ബാക്ക് ഫയർ ചെയ്യത്തേ ഉള്ളൂ. കാര്യം
അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ ആവേശത്തിൽ നിൽക്കുന്നത് തന്നെയാണ്. കാര്യം പത്തനംതിട്ട ജില്ല ഒരു സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ ആവേശോജ്വലമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള ആഗ്രഹം കാണും. അതിനകത്ത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുമാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ ക്യാൻഡിഡേറ്റാണ് BJP-യിൽ നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് കോൺഗ്രസ് വോട്ട്സ് കൂടെ മിക്കവാറും അത് ഇടതുപക്ഷത്തിലേക്ക് ചായാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അവിടെ നടക്കാൻ പോകുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വീണ ജോർജിൻ്റെ ഒരു ക്യാൻഡിഡേറ്റ്ഷിപ്പ് ഇച്ചിരി ഈസി ആകുകയും അവർ പാർലമെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നതാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. പക്ഷേ ധാർമ്മികമായി എന്തൊക്കെ പറഞ്ഞാലും ഒരു പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ട് വേറൊരു പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ട് ഇപ്പുറത്തോട്ട് വരിക, അത് ഞാൻ പ്രയർ സാറിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ആരായാലും കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിൽക്കേണ്ട ആൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ട ആൾ ഇപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് BJP ചെയ്താലും ആര് ചെയ്താലും. കാര്യം BJP ചെയ്യുന്നു, കേന്ദ്ര നേതൃത്വം സാധ്യത മാത്രം കൽപ്പിച്ചാൽ പോരല്ലോ, ഇവിടെ ഈ പണിയെടുക്കുന്നതിനും കൂടെ. അതാണ് ലാൽ, ഇവിടെ ഇതൊക്കെ ഒരു വലിയ നാണക്കേടല്ലേ? ഇവിടെ കേരളം പോലൊരു സ്ഥലത്ത് BJP ഇങ്ങനെ ചെയ്യുന്നവർക്ക് തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്ന ആലോചനകൾ കൂടെ എന്തുകൊണ്ടായിരിക്കണം നടക്കാത്തത്? അവരിപ്പോൾ പത്തനംതിട്ട മാത്രം മാറ്റിവെച്ചിട്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. പത്തനംതിട്ടയെക്കുറിച്ച് ഇങ്ങനെ വലിയ ചർച്ചകൾ വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് ഞാനല്ല, എന്നെ സമീപിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം നടത്തേണ്ടതായി വരുന്നു. ആകെ മൊത്തം ഈ വാർത്താ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം കെ സുരേന്ദ്രൻ എന്ന നേതാവിനെ അവർ സ്ഥാനാർത്ഥി പട്ടികയിൽ എവിടെയും പ്ലേസ് ചെയ്തിട്ടുമില്ല. അദ്ദേഹത്തിന് മുകളിലാണല്ലോ ഇവരെല്ലാം ആലോചിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ എടുത്ത് നിർത്തിക്കളയാം എന്ന ധൈര്യത്തിലേക്ക് ഇവരിപ്പോഴും കേരളത്തെ സംബന്ധിച്ച് ശരിയായ ആലോചനകളല്ല നടത്തുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടി വരിക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പാർട്ടിക്കകത്തേക്ക് പോയ കോൺഗ്രസ് നേതാക്കളെ നമുക്കറിയാം, രാമൻ നായർ തൊട്ട് ഈ പറയുന്ന ടോം വടക്കൻ വരെയുള്ള ആളുകൾ. അതുകൊണ്ട് ഇവർക്കിത് ഗുണമല്ല ചെയ്യുന്നത് എന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്, അവരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം അവർക്കത് മനസ്സിലാകാതെ പോകുന്നത്? കാര്യം അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയം തൊഴുത്തുകുത്ത് രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ഈ ഗോസായിമാരുടെ വില താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ പർച്ചേസിങ് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇവിടെ പയറ്റാൻ നോക്കുകയാണ്, നടക്കില്ല. കാര്യം അവർക്ക് ഉള്ള വോട്ടൂടെ കുറയും എന്നുള്ളതല്ലാതെ ഒരല്പം പോലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഈ എക്സിസ്റ്റിംഗ് BJP കേഡർ മെമ്പേഴ്സിൻ്റെ വോട്ട് പോലും അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർക്ക് ഇത് കർണാടകത്തിൽ പരീക്ഷിക്കാം, UP പരീക്ഷിക്കാം, ഗോവയിൽ പരീക്ഷിക്കാം, ഇങ്ങനെയുള്ളടത്തൊക്കെ പരീക്ഷിക്കാം. പക്ഷേ കേരളം അങ്ങനെ ഒരു നാടല്ല എന്നുള്ള കാര്യം ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇത് ഇത്രയും വഷളാകുന്നതിനുള്ള കാരണം BJP-ക്ക് അകത്തെ ഗ്രൂപ്പാണ്. ഒരു കേഡർ പാർട്ടി പോലും ഒരു സംവിധാനത്തിനകത്ത് ഇത്രയും ഗ്രൂപ്പ് വരിക എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് നോക്കി. ശ്രീധരൻപിള്ള സാർ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ഇപ്പുറത്ത് V മുരളീധരനും വേറൊരു പക്ഷം കൂടെ ഗ്രൂപ്പ്, അതല്ലാതെ RSS ബൈപ്പാസ് ചെയ്തുകൊണ്ട് വരുന്ന കുമ്മനം രാജശേഖരൻ്റെ വേറൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്ന് നായരും ഈഴവരും എല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി ആണ് മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് പറഞ്ഞാൽ ഇവർ ഭയങ്കര അച്ചടക്കമുള്ള പാർട്ടിയാണെന്നൊക്കെ പറയുമെങ്കിലും പഴയ കോൺഗ്രസ്സുകാർ സ്വഭാവം തന്നെ. കോൺഗ്രസിൽ നിന്നാണ് മിക്കവാറും ആൾക്കാരെല്ലാം BJP വന്നിരിക്കുന്നത്. ആ BJP-യിൽ വന്നിരിക്കുന്ന നേതാക്കന്മാരെല്ലാം കോൺഗ്രസിൽ നിന്നായതുകൊണ്ട് പഴയ കോൺഗ്രസ്സുകാർ സ്വഭാവം ഇപ്പുറത്ത് വന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇങ്ങനെയുള്ള വഴക്കിനുള്ള സാധ്യതയും കൂടും. ഒന്നാലോചിക്കുക, ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇലക്ഷനാണ് 2019. ഈ 2019 കേരളത്തിൽ ഒരു സീറ്റ് BJP-ക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് കിട്ടാനേ പോകുന്നില്ല. അതിന് സംശയിക്കേണ്ട കാര്യം. കാര്യം ശബരിമല പോലൊരു വിഷയം അത്രയും ജനസമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെ വിലയിരുത്തുകയും അത്രയും കത്തിച്ചു നിർത്താൻ ശ്രമിക്കുന്ന അങ്ങനെ ഇലക്ഷൻ ജയിച്ചില്ല പിന്നെ എപ്പോഴാണ് ജയിക്കുന്നത്? മോഡി വികാരം ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ് കേരളത്തിൽ BJP-ക്ക് സീറ്റ് കിട്ടില്ല. ആ സീറ്റ് കിട്ടുന്ന കഴിഞ്ഞാൽ ഇവർ ഉള്ള സാധ്യതയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തൊഴുത്തി കൂട്ടുകൊണ്ട് തീർന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, തൃശ്ശൂർ ഇവർ സാധ്യത കൽപ്പിച്ചൊരു മണ്ഡലമാണ്. വളരെ ഡീസൻ്റായിട്ട് BJP-യുടെ ഒരു പക്ഷം അത് BDJS-ൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു. കാര്യം യാതൊരു കാരണവശാലും സുരേന്ദ്രൻ അവിടെ മത്സരിക്കില്ലെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. പിന്നെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്താൽ മതി. പത്തനംതിട്ടയ്ക്ക് ശ്രീധരൻപിള്ള സാർ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഏതാണ്ട് കാര്യങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി അത്ര മോശം സ്ഥാനാർത്ഥിയല്ല. അല്ല, BDJS അല്ലേ, BJP അല്ലല്ലോ. അതാണ് അവിടുത്തെ പ്രശ്നം. ആ സഖ്യകക്ഷിക്ക് കൊടുക്കുമ്പം ആ സഖ്യകക്ഷിക്ക് കൊടുത്തിട്ട് അദ്ദേഹം തുഷാർ തന്നെ മത്സരിക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനാ അവിടെ ഈ ജയിക്കാനുള്ള സാധ്യതയാണോ അതോ വേറൊരാളെ നശിപ്പിക്കാനുള്ള സാധ്യതയാണോ അവിടെ നോക്കുന്നുള്ളതാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ് ഞാൻ തിരിച്ചു വരാം. കിരൺ ബാബു, ഇവിടെ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചാൽ കെ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി, ആ ഒരു ഫാക്ടർ ആലോചിച്ച് നോക്കൂ. അതായത് കെ സുരേന്ദ്രൻ ആയിരുന്നു അവരുടെ ശബരിമല സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കൺ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത, എല്ലാ ദിവസവും നിറഞ്ഞു നിന്ന, ഈ കേസും അറസ്റ്റും ഒക്കെ ആയിട്ട് BJP-യുടെ ഈ സമരത്തിൻ്റെ ഒരു ബിംബം എന്ന നിലക്ക് സ്ഥാപിക്കപ്പെട്ടയാൾ കെ സുരേന്ദ്രനാണ്. ആ സമരം സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെയോ അല്ല മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അവരവരുടെ ഒരു സുവർണാവസരമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ ബിംബമായിരുന്നു കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനെ എങ്ങനെ മത്സരിപ്പിക്കാതിരിക്കാം എന്ന് ആലോചിക്കുന്നതായി നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ കണ്ടാലെങ്കിലും അവരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക, സുരേന്ദ്രനെ മത്സരിപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ അവർ തന്നെയും അവരുടെ സുവർണാവസരം എന്ന് കണ്ടിരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അവർ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമായിട്ടല്ലേ നാട്ടുകാർ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഈ കാര്യത്തിന് ഏറ്റവും മുന്നിൽ നിന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അതിനെ പിന്നോട്ടെടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുകയില്ലേ? അത്തരം രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് ആലോചന പോകാത്തത് എന്തുകൊണ്ടായിരിക്കണം കിരൺ?
സനീഷ്, ഇത് തന്നെയാണ് BJP കഴിഞ്ഞ കുറച്ചു കാലമായി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കേരളത്തിൽ എവിടെയും അധികാരമില്ലെങ്കിലും BJPയെ സംബന്ധിച്ച് BJPക്കുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അതിശക്തമാണ്. ഒരു തരത്തിലും അവർക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത അത്രത്തോളം ഗ്രൂപ്പിന്റെ വേർതിരിവ് അത്രത്തോളം ശക്തമാണ്. പലതവണ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെ വന്ന് കേരളത്തിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായ താക്കീതുകൾ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഈ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താൻ കേരളത്തിലെ ഈ ഗ്രൂപ്പ് നേതൃത്വം തയ്യാറായിരുന്നില്ല. ഈവൻ ശബരിമല സമരത്തിൽ പോലും സുവർണാവസരമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ അന്ന് പറഞ്ഞത് പുറത്തു വന്നതാണ്. ഈ സമയത്ത് പോലും K സുരേന്ദ്രൻ സമരത്തിന്റെ നായകനായി നിൽക്കുമ്പോൾ K സുരേന്ദ്രനെ ഏത് തരത്തിൽ ഒതുക്കാം എന്ന തരത്തിലാണ് ഇപ്പൊ മറുപക്ഷം V മുരളീധര പക്ഷത്തിൽ നിൽക്കുന്ന നേതാവാണ് K സുരേന്ദ്രൻ. എന്നാൽ ശ്രീധരൻപിള്ള അടക്കമുള്ള എതിർപക്ഷമടക്കം നിൽക്കുന്നത് സുരേന്ദ്രനെ ഒരു തരത്തിലും മുന്നോട്ട് വരാൻ അനുവദിക്കരുത് എന്നുള്ള നിലപാട് തന്നെയാണ്. ഇത് കടുത്ത എതിർപ്പ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. സുരേന്ദ്രന് ഈ ശബരിമല സമരത്തിൽ കിട്ടിയ പ്രാധാന്യം അല്ലെങ്കിൽ ശബരിമല സമരത്തെ BJPയുടെ നിലപാടിനെ അനുകൂലിച്ചവർക്കിടയിൽ കിട്ടിയ സ്വീകാര്യത ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അന്ന് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത്. ഇതിലേറെക്കുറെ പരസ്യമായി തന്നെ സുരേന്ദ്രൻ തന്നെ ഇതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുരളീധര പക്ഷവും ഈ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഏറെയും കുറഞ്ഞും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒന്ന് BJP പ്രവർത്തകർക്കിടയിൽ സുരേന്ദ്രനുള്ള സ്വാധീനമാണ്, അല്ലെങ്കിൽ BJP അനുഭാവികൾക്കിടയിലുള്ള സ്വാധീനം വളരെ വലുതാണ്. ശ്രീധരൻപിള്ളയെ സംബന്ധിച്ച് ആ തരത്തിൽ ഒരു സ്വാധീനമുള്ള നേതാവല്ല ശ്രീധരൻപിള്ള. അത്രത്തോളം ഉള്ള സ്വാധീനം അണികൾക്കിടയില്ല. അണികൾക്ക് വികാരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഹിന്ദുത്വ വികാരത്തെ ഉണർത്തി BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നിൽ നിൽക്കാൻ കഴിയുന്ന നേതാവാണ് K സുരേന്ദ്രൻ. ആ സുരേന്ദ്രനെ ഏത് തരത്തിൽ മത്സരിപ്പിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ഈ BJP സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെ അജണ്ട തന്നെയായിരുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ച് മാറ്റിവെച്ചതിനെ സംബന്ധിച്ച് പ്രധാനമായും V മുരളീധര പക്ഷം ഉയർത്തുന്ന ആരോപണവും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ആദ്യം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത്? മറ്റു പല ഓപ്ഷനുകളിലേക്കും കോൺഗ്രസിൽ നിന്നൊരു നേതാവ് വന്നാൽ പോലും പാർട്ടിയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ നാളത്തേക്ക് ചെറുപ്പക്കാരനായ നേതാവാണ്, നാളത്തേക്ക് പാർട്ടിക്ക് ഗുണപ്പെടുന്ന വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് പ്രധാനമായും ഈ ഗ്രൂപ്പ് നേതാക്കളുടെ പാർട്ടിയുടെ നേതാക്കൾ തമ്മിലുള്ള അകൽച്ചയാണ്. അത് മാനസികമായി അത്രത്തോളം അകൽച്ചയിലാണ് ഈ നേതാക്കൾ എന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. ഇതിപ്പോൾ അണികൾക്കും ഏറെക്കുറെ അണികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിൽ BJPയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിന് പോലും ഇതിൽ കടുത്ത അതിർത്തിയുണ്ട്. എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ഏറ്റവും BJPയെ സംബന്ധിച്ച് ശബരിമല സമരമാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ അവർക്ക് വോട്ടാക്കാമെന്ന് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു വിഷയം. അത് ഏറ്റവും കൂടുതൽ അനുകൂലമായി വരേണ്ട മണ്ഡലം പത്തനംതിട്ട തന്നെയാണ്. ആ പത്തനംതിട്ടയെ സംബന്ധിച്ച് ആരാണ് സ്ഥാനാർത്ഥി എന്നതിൽ ഇത്രത്തോളം വലിയ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. BJP ആദ്യം നിശ്ചയിക്കേണ്ട മണ്ഡലമായിരുന്നു പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ആരാവണം സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിച്ചിട്ട് വേണമായിരുന്നു മറ്റു മണ്ഡലങ്ങളിലേക്ക് അടക്കം പോകേണ്ടിയിരുന്നത്. എന്തിന് തിരുവനന്തപുരത്തടക്കം ഈ കുമ്മനം രാജശേഖരനെ വരുന്നതിന് ദേശീയ തലത്തിൽ അത്തരമൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. MS കുമാറിനെ പോലൊരു നേതാവ്, സാധാരണ പ്രവർത്തകർക്ക് കുമ്മനത്തെ പോലൊരു നേതാവ് ഇവിടെ വരണം, സ്ഥാനാർത്ഥി ആവണം എന്ന തരത്തിൽ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുന്ന അവസ്ഥ പോലും സംസ്ഥാന നേതൃത്വത്തിലുണ്ടായി. അങ്ങനെ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലെല്ലാം ആര് സ്ഥാനാർത്ഥി ആവണമെന്നതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് ഈ ഏറ്റവും അവസാന നിമിഷത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവരുടെ സാധ്യതയെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് രാഷ്ട്രീയമായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെ ആകണമെന്നില്ല. പക്ഷേ അപ്പോഴും ശ്രീ കിരൺ ബാബു ഇവിടെ ഈ പരമാവധി സസ്പെൻസ് അങ്ങോട്ട് നിർത്തിയിട്ട് അവസാന ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി അങ്ങ് പ്രഖ്യാപിക്കുക. നമ്മൾ സമീപ ദിവസങ്ങളിൽ വടകര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം സംബന്ധിച്ച് കണ്ടു. പെട്ടെന്ന് പ്രഖ്യാപനം അതുവരെ ഇല്ലാത്തൊരു പേരിലേക്ക് പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ട് ആകെ മൊത്തം അവിടെയുള്ള UDFിൻ്റെ പ്രവർത്തകരാകെ വലിയ ഊർജ്ജത്തിലാവുകയും അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമുണ്ട്. അതുപോലെ പത്തനംതിട്ടയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, അവിടെ ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്, ഇതാ ഏറ്റവും ഗംഭീരനായുള്ള സ്ഥാനാർത്ഥിയെ ഒരുപാട് ആലോചനകൾ നടത്തി പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു എന്നതിനാണ് അവർ ആലോചിക്കുന്നതെങ്കിൽ നമുക്കറിയുകയില്ല അങ്ങനെയാണോ എന്ന്. അങ്ങനെ ചെയ്താൽ ഒരു ഗുണമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് അവർ ആലോചിക്കുന്നതെങ്കിൽ ഒടുവിൽ സുരേന്ദ്രനെ തന്നെ പ്രഖ്യാപിച്ചേക്കാം, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും എന്ന അവരുടെ കണക്കുകൂട്ടൽ ശരിയായിരിക്കുമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDFിൻ്റെയും LDFിൻ്റെയും ഒട്ടും ചില്ലറക്കാരല്ലാത്ത സ്ഥാനാർത്ഥികൾ അവിടെ പ്രചരണത്തിൻ്റെ വലിയ കുറേ ദിവസങ്ങൾ ചെലവിട്ട് കഴിഞ്ഞു എന്നത് ഇവർക്ക് ഈ പറയുന്ന സ്വപ്നത്തിന് ഫലം നൽകുന്നതായി മാറുമോ, അല്ലെ ഫലം നൽകുമോ? സനീഷ്, ഇതിനകത്ത് കോൺഗ്രസും BJPയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവിടെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് K മുരളീധരനെ പോലെ സ്ഥാനാർത്ഥിയെ വടകരയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയ അതുവരെയുള്ള തർക്കങ്ങളെല്ലാം അപ്രസക്തമാക്കുന്ന ഒരു നീക്കമായിരുന്നു കോൺഗ്രസിന് ഭാഗത്ത് നിന്ന്. കോൺഗ്രസിന് K മുരളീധരനെ പോലെ അവതരിപ്പിക്കാൻ 1 or 2 അല്ലെങ്കിൽ ഒരുപിടി നേതാക്കൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. കോൺഗ്രസിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പ്രധാന നേതാക്കളടക്കമുണ്ട്. BJPയെ സംബന്ധിച്ച് അങ്ങനെ നമുക്കറിയാം, കേരളത്തിലുള്ള ഇപ്പോൾ പുറത്തുനിന്ന് കോൺഗ്രസിൽ നിന്നൊരു നേതാവിനെ കൊണ്ടുവരുന്നുള്ള അവസ്ഥയല്ല, BJPക്ക് അകത്തുള്ള പ്രധാന നേതാക്കളെ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാന നേതാക്കളെ തന്നെയാണ് ഈ പത്തനംതിട്ടയിൽ പരിഗണിച്ചത്. K
സുരേന്ദ്രനായാലും PS ശ്രീധരൻപിള്ളയായാലും ഇവരെല്ലാം കവച്ചു വെക്കുന്ന തരത്തിലേക്ക് മറ്റൊരു നേതാവിനെ കൊണ്ടുവരാൻ എന്തായാലും തൽക്കാലം കേരളത്തിലെ BJP-യിൽ നിലവിൽ അങ്ങനെ ഒരു നേതാവില്ല എന്നുള്ളതുണ്ട്. കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്. അങ്ങനെ അവരുടെ നിലയിലെടുത്താൽ ഈവൻ VM സുധീരന്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം അവർക്കൊരു 5, 6, 7 പേരുകൾ മുൻനിരയിൽ നിൽക്കുന്ന, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, സ്വന്തം നിലയിൽ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നേതൃത്വം കോൺഗ്രസിനുണ്ട്. പക്ഷേ BJP-യെ സംബന്ധിച്ച് ആ തരത്തിലുള്ള നേതൃത്വമില്ല. അവർ ഉള്ള നേതാക്കളിൽ നിന്ന് വേണം അവരെ ആളുകളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ തിരിച്ചു വരാം കിരൺ ബാബു താങ്കളിലേക്ക്. അഭിലാഷ്, ഞാൻ താങ്കളിലേക്കും വരും. ലാൽകുമാർ കൂടെ എന്നോടൊപ്പം തുടരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വരാം. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണം കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ടാണെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ന്യൂസ് 18നോടാണ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരായ ആളുകൾ, കോൺഗ്രസിന്റെ ഉന്നതരായുള്ള പല ആളുകളുടെയും നിർദ്ദേശമുണ്ട്. അതാവാം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം വൈകാൻ കാരണമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ആസ്പിറൻ്റായിട്ട് വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും ആസ്പിറൻ്റ് ആയിരുന്നില്ല. മീഡിയകളെല്ലാം അങ്ങനെ പറഞ്ഞു. ഞാൻ ആ മീഡിയകളൊന്നും പഠിക്കാനില്ല, കുറ്റപ്പെടുത്താനില്ല. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു കാൻഡിഡേറ്റിൻ്റെ ഒറ്റ പേര് മാത്രമേ പരിഗണനയിലുള്ളൂ. പക്ഷേ ആ സമയത്ത് വേറെ ചില ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ പല ആളുകളും അവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. അതായത് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്ന് PS ശ്രീധരൻപിള്ള തന്നെ പറയുകയാണ്. ഒരുപക്ഷെ അത് അദ്ദേഹം PJ കുര്യൻ അത് നിഷേധിക്കുന്നതിന് മുമ്പാണോ പറഞ്ഞതെന്ന് അറിയില്ല. PJ കുര്യനെ സംബന്ധിച്ച് PJ കുര്യനെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് കോൺഗ്രസ് നേതാക്കളെ അടക്കം ഉന്നതരായ നേതാക്കളെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഔദ്യോഗികമായിട്ട് വയനാടും വടകരയും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അക്കാര്യത്തിൻ്റെ വിശദാംശങ്ങളാണ് KP അഭിലാഷ് നൽകുക. അഭിലാഷ്, കോൺഗ്രസ് പട്ടിക സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? സനീഷ, വടകര, വയനാട് ആണ് കോൺഗ്രസ് പട്ടികയുമായി ബന്ധപ്പെട്ട് ഇനി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടക്കേണ്ടത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് വയനാട് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലമായിരുന്നു. മറ്റൊന്ന് വടകരയിൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം. ഈ 2 സ്ഥാനാർത്ഥികൾ ആരൊക്കെ വയനാടും വടകരയും പങ്കിടുന്നത് സംബന്ധിച്ചായിരുന്നു കോൺഗ്രസിനുള്ളിലെ AI ഗ്രൂപ്പുകൾക്കിടയിൽ തർക്കം നിലനിന്നിരുന്നത്. അത് പരിഹരിക്കപ്പെടുകയും 2 സ്ഥാനാർത്ഥികൾ വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തുകയും വയനാട്ടിൽ T സിദ്ദിഖിനെ ഉറപ്പിക്കുകയും ചെയ്തതോടുകൂടിയായിരുന്നു സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടതും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി അടക്കം രംഗത്ത് വന്നതും. എന്നാൽ MLA കൂടിയായ കെ മുരളീധരനെ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ആ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിലുള്ള അതൃപ്തിയാണ് ഇത്രയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിന് ഇടയാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പ്രഖ്യാപനം പുറത്തുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വിഷയം വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയും മുകുൾ വാസനിക്കിനെ അടക്കം എന്തുകൊണ്ട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു, ഏത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ നടത്തേണ്ടി വന്നത്, ഒപ്പം കേരളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്നുണ്ടായ സമ്മർദ്ദം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കേരള ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമമായ പ്രഖ്യാപനമുണ്ടാകും. വയനാട്ടിലെയും വടകരയിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകും. എന്തായാലും കോൺഗ്രസിനുള്ളിലെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിച്ച് ഇത്തരത്തിൽ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി മാത്രമുള്ള വിയോജിപ്പാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നത്. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളുടെ പരിഗണനയോ ഒന്നും പാർട്ടിയിലില്ല. വളരെ കൃത്യമായി തന്നെ ഇതേ സ്ഥാനാർത്ഥികൾ തന്നെ വടകരയിൽ കെ മുരളീധരനും വയനാട്ടിൽ T സിദ്ദിഖും തന്നെയാണ് സ്ഥാനാർത്ഥികൾ. അവർ പ്രചാരണ രംഗത്ത് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണം കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ടാണെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ന്യൂസ് 18നോടാണ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതരായ ആളുകളും കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള പല ആളുകളും നിർദ്ദേശമായും ഉണ്ട്. അതാവാം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം വൈകാൻ കാരണമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. അല്ല, അതിപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയം
ഓഫർ ഉണ്ടായിരുന്നു. ആസ്പിറൻ്റായിട്ട് വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും ആസ്പിറൻ്റ് ആയിരുന്നില്ല. മീഡിയകളെല്ലാം അങ്ങനെ പറഞ്ഞു. ഞാൻ ആ മീഡിയകളൊന്നും പഠിക്കാനില്ല, കുറ്റപ്പെടുത്താനില്ല. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു കാൻഡിഡേറ്റ് ഒറ്റ പേര് മാത്രമേ പരിഗണനയിലുള്ളൂ. പക്ഷേ ആ സമയത്ത് വേറെ ചില ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ പല ആളുകളും അവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, എന്താണ് അദ്ദേഹം പറയുന്നത്? ഇത് PJ കുര്യൻ്റെ നിഷേധം വന്നതിന് ശേഷമാണോ അദ്ദേഹം സംസാരിച്ചത്? തീർച്ചയായിട്ടും സനീഷ്, PJ കുര്യൻ്റെ നിഷേധം പുറത്തു വരുന്ന ഇടയിലാണ് അല്പം മുമ്പാണ് നമ്മൾ ശ്രീധരൻപിള്ളയുടെ വാക്കുകൾക്കായി അദ്ദേഹത്തെ സമീപിച്ചത്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. താൻ ഒരിക്കലും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ പേരുകൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. കേരളത്തിലെ 5ഓളം സീറ്റുകളിൽ തൻ്റെ പേരുകൾ ഉയർന്നു വന്നു. താൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രചരണ രംഗത്ത് സജീവമാവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ തെറ്റായിരുന്നു. പത്തനംതിട്ടയിൽ ഒരാളുടെ പേര് മാത്രമാണ് ഉയർന്നു വന്നത്. അതിനിടയിൽ 2 ജനറൽ സെക്രട്ടറിമാരുടെ പേരുകൾ ഉയർന്നു വന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഒരു ജനറൽ സെക്രട്ടറിയുടെ പേര് മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ അതിനിടയിൽ കോൺഗ്രസിൻ്റെ ചില ഉന്നതരായ ആളുകളുടെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ചില ഉന്നതരായ ആളുകളുടെ പേരുവിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വൈകാൻ കാരണം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് PS ശ്രീധരൻപിള്ള അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. സനീഷ്, നന്ദി സനോജ് വിവരങ്ങൾക്ക്. കോൺഗ്രസിൻ്റെയും മറ്റും ഉന്നത നേതാക്കളെ തന്നെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാകാം പത്തനംതിട്ട വൈകുന്നത് എന്ന് സ്ഥിരീകരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. ഉപരാഷ്ട്രപതി സ്ഥാനം പോലും BJP വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ നേരത്തെ പറഞ്ഞു. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു വാഗ്ദാനം. BJPയിലേക്ക് പോകണമെങ്കിൽ അന്ന് പോകാമായിരുന്നു. നുണപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും PJ കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, അതിപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ വില്ലിങ് ആണെങ്കിൽ അതിനെന്നെ അവർ നിലപാടെടുക്കുമോ അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാകുമോ. പക്ഷെ ഞാനതിന് തയ്യാറായില്ല. ഞാൻ ആ ഓഫർ സ്വീകരിച്ചു. അത്ര ഇപ്പോൾ പറയാൻ പറ്റൂ. പിന്നീട് ഒരിക്കൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഒരിക്കൽ പറയും. അന്നേരം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ പറ്റും. ഇത്രയും ശരിയാണ്. കോഴിക്കോട് ഐ ഗ്രൂപ്പ് യോഗം ചേർന്നതിൽ ഇപ്പോൾ നടപടി വേണ്ടെന്ന് KPCCയിൽ ധാരണ. തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി വിപരീത ഫലമുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. ഐ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചു വരുത്തേണ്ട എന്ന് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹീദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഐ ഗ്രൂപ്പ് രഹസ്യ യോഗം ചേർന്നത്. വയനാട് സീറ്റ് എ ഗ്രൂപ്പിൽ കൈവശപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു യോഗം. ഒപ്പം കോഴിക്കോട് സീറ്റ് വയനാട് പിടിച്ചെടുത്തതിന് പകരമായി കോഴിക്കോട് DCC പ്രസിഡന്റ് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നൊരു ഭീഷണിയും ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. ഐ ഗ്രൂപ്പ് നേതാവ് KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ കടുത്ത അമർഷമായിരുന്നു KPCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്. ഇക്കാര്യത്തെക്കുറിച്ച് രഹസ്യ യോഗം ചേർന്നതിനെക്കുറിച്ച് അന്വേഷിക്കും, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും, അച്ചടക്ക ലംഘനം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. ഇന്ന് കോഴിക്കോട്ടെത്തി ഈ രഹസ്യയോഗം ചേർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ നീക്കത്തിൽ നിന്നാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിൻവാങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു നടപടികളിലേക്ക്, അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്ന ഒരു വിലയിരുത്തലിലാണ് KPCC നേതൃത്വമുള്ളത്. ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉള്ളത്. ഒപ്പം തന്നെ ഐ ഗ്രൂപ്പ് യോഗം നടത്തി ഐ ഗ്രൂപ്പ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇത്തരം യോഗങ്ങളിലേക്കും മറ്റ് പ്രാദേശികമായ യോഗങ്ങളിലേക്കും ഒന്നും പോകരുതെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് തത്വത്തിൽ ഐ ഗ്രൂപ്പിലെ നേതാക്കന്മാർ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി പ്രാദേശിക തലത്തിൽ ഗ്രൂപ്പ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷവും അതൃപ്തിയും നിലനിൽക്കുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ഏത് രീതിയിൽ വികസിക്കുമെന്ന് നോക്കിക്കാണാൻ കൂടി ഇപ്പോൾ KPCC പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഈ ഘട്ടത്തിൽ ഒരു നടപടിയിലേക്ക് പോകേണ്ട, മറിച്ച് ഭാവി എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് നീങ്ങാമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്ന ഐ ഗ്രൂപ്പിന്റെ ആവശ്യത്തോട് ഇതുവരെ അനുകൂലമായ പ്രതികരണം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും തൽക്കാലം നടപടിയില്ല. ഭാവി തുടർ ഐ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നോക്കിയ ശേഷം തുടർ നടപടിയിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നന്ദി ഷഹീദ് വിവരങ്ങൾക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചതിച്ചുവെന്ന് നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന B സുരേന്ദ്രൻപിള്ള. കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് പോയി. JDU മത്സരിച്ച എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചുവെന്നും V സുരേന്ദ്രൻപിള്ള ആരോപിക്കുന്നു. VB അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, വിവരങ്ങൾ എന്താണ്?
അരുൺ, എന്താണ് അദ്ദേഹം പറയുന്നത്? ഏത് വിധത്തിൽ ചതിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങളും വാർത്തകളും ഒക്കെയാണ്, നേരത്തെ തന്നെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആളുകൾക്ക് ഇങ്ങനെയൊരു ആക്ഷേപം അന്തരീക്ഷത്തിലുള്ളത്, രാഷ്ട്രീയമായിട്ടുള്ളത്. അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻപിള്ള ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കോൺഗ്രസ് നിയമത്തിൽ ചതിക്കുകയായിരുന്നു എന്നാണ് സുരേന്ദ്രൻപിള്ളയുടെ ആരോപണം. നേരത്തെ CPM നേതാക്കൾ അടക്കമുള്ളവർ ഇക്കാര്യം ആരോപിച്ചിരുന്നതുമാണ്. കോൺഗ്രസിന്റെ വോട്ടുകൾ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് പോവുക, അതുകൊണ്ടാണ് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായതെന്ന് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന CPM പ്രമുഖ നേതാക്കളൊക്കെ പറഞ്ഞതാണ്. ഇന്ന് ആ ആരോപണത്തെ ശരിവെക്കുകയാണ് അന്ന് UDF സഖ്യത്തിൽ മത്സരിച്ച JDU സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ളയും. ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന വോട്ടെടുപ്പ് ദിവസം ഉച്ചയ്ക്ക് ശേഷം ബൂത്തുകൾ പോലും നിർജ്ജീവമായിരുന്നു. ബൂത്തുകളിൽ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ഇത് നേമത്ത് മാത്രം സംഭവിച്ചതല്ല. കേരളത്തിൽ 7 സീറ്റുകളിൽ JDU മത്സരിച്ചു. എല്ലായിടത്തും ഇത്തരത്തിൽ കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് മറിക്കുകയായിരുന്നു. നേമത്ത് പ്രത്യേകിച്ചും 13,000 V സുരേന്ദ്രൻപിള്ളയാണ് അക്കാര്യം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. നേമത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു V സുരേന്ദ്രൻപിള്ള. ജനതാദളിന്റെ ഭാഗമായിട്ട് തന്നെ കോൺഗ്രസ് ചതിക്കുകയായിരുന്നു, സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ട് വോട്ട് BJPക്ക് മറിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അരുൺ, തുടരാമോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായി, താങ്കൾ പറയുന്നത് മുഴുവനായി കേട്ടില്ല. സനീഷ്, നിയമത്തിന്റെ പഴയ രൂപമായ തിരുവനന്തപുരം ഈസ്റ്റ് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു. 3 തവണ തുടർച്ചയായി B വിജയകുമാർ MLA ആയ മണ്ഡലം. അവിടെ 13,000 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രൻപിള്ളയ്ക്ക് UDF സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച JDU സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ളയ്ക്ക് ലഭിച്ചത്. മുൻകാലങ്ങളിലേക്ക് വലിയ ശക്തിയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയും വോട്ട് കുറഞ്ഞത് വോട്ട് മറിച്ചുകൊണ്ട് തന്നെയെന്ന ആരോപണം നേരത്തെ ശക്തമായിരുന്നു. CPM നേതാക്കളും JDU നേതാക്കളും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് V സുരേന്ദ്രൻപിള്ള. വോട്ടെടുപ്പ് ദിവസം ഉച്ചയ്ക്ക് ശേഷം ബൂത്തിൽ പോലും ഇരിക്കാൻ പ്രവർത്തകർ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. വോട്ട് ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല JDU മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഇതായിരുന്നു സ്ഥിതി. നേമത്ത് പ്രത്യേകിച്ചും ചില നേതാക്കൾ അറിഞ്ഞുകൊണ്ട് UDF ഒരു നിമിഷം വരും, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ V സുരേന്ദ്രൻപിള്ളയുടെ വാക്കുകൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്, അതിലേക്ക്. ഒരു അന്വേഷണ കമ്മീഷനെ KPCC വെച്ചു. KPCCയുടെ അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ UDFന് വോട്ട് വളരെ കുറഞ്ഞു. ബൂത്ത് തലത്തിൽ അട്ടിമറി നടന്നിരിക്കുന്നു. ബോധപൂർവമായിട്ട് ചിലരെങ്കിലുമൊക്കെ എടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് കുറഞ്ഞു. അതിപ്പോൾ മാത്രമല്ല, നേമത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ B വിജയകുമാർ നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പിന്നെ ചാരുപാറ രവി മത്സരിച്ചു. 20,000 വോട്ടേ അന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ അന്നും BJP സ്ഥാനാർത്ഥിക്ക് നല്ല വോട്ട് കിട്ടി, പക്ഷെ വിജയിച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം നേമത്ത് UDF സ്ഥാനാർത്ഥിക്ക് വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞു അതിനേക്കാൾ. അപ്പോൾ അത് KPCC നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു UDFനകത്ത് അന്വേഷണം നടത്തണം, ഇതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അന്വേഷണത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് KPCC റിപ്പോർട്ട് കൊടുത്തു. അത് പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നടപടി കണ്ടില്ല. കാരണം ജനതാദൾ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ട് അതിന്മേൽ നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം പ്രതീക്ഷിക്കുന്നെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വീരേന്ദ്രകുമാറിനെ 1,00,000-ൽ പരം വോട്ടിന് തോറ്റപ്പോൾ അന്ന് നടപടി എടുക്കുമെന്ന് പറഞ്ഞ് നടപടിയെടുത്തില്ല. KPCC അന്വേഷണ സമിതി തന്നെയും തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. V സുരേന്ദ്രൻപിള്ള അന്നത്തെ UDF സ്ഥാനാർത്ഥി. നേമത്ത് കോൺഗ്രസ് വലിയ തോതിൽ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ തന്നെയും BJP സ്ഥാനാർത്ഥിക്ക് മറിച്ചു എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. കേരളത്തിൽ ഒരു ബൂത്തിൽ പോലും കോൺഗ്രസുമായി BJPക്ക് സഖ്യമില്ലെന്ന് കുമ്മനം രാജശേഖരൻ. വടകരയിൽ എന്നല്ല ഒരിടത്തും കോലീബി സഖ്യമില്ല. കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നത് CPM ആണ്. ഇത് മറച്ചുവെക്കാനാണ് വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. സഖ്യം ഉണ്ടാക്കിയ ആൾക്കാർ മറ്റൊരു ആൾക്കാർ ഇപ്പോൾ ധാരണ ഉണ്ടാക്കുന്ന ആരോപിക്കാൻ എന്താ അവർക്ക് അവകാശം?
സഖ്യം ഉണ്ടാക്കിയ ആൾക്കാണ്. തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയും ഇവിടെ വന്ന് ശത്രുക്കളാണ് എന്ന് അഭിനയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ വഞ്ചനയും തട്ടിപ്പും വേറെ ഉണ്ടോ? ഇവിടെ എന്ത് ധാരണയുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു വടകരയിൽ നിന്നല്ല ഒരിടത്തുമില്ല. ഇവിടുത്തെ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നല്ല, ഇവിടുത്തെ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ പോലും ഇല്ല. കുമ്മനം രാജശേഖരനുമായി ന്യൂസ് 18 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രൻ നടത്തുന്ന അഭിമുഖം നാളെ രാവിലെ 9-നും രാത്രി 9-നും കാണാം. സ്ഥാനാർത്ഥിയാവാൻ കഴിയാത്തതിൻ്റെ നിരാശ മാറ്റി UDF വേദിയിൽ പാട്ടും പാടി കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്. ആലത്തൂർ മണ്ഡലം കൺവെൻഷനിലാണ് ഗായിക കൂടിയായ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് അഭിവാദ്യമർപ്പിച്ച് ജോസഫ് പാട്ടുപാടിയത്. കോട്ടയം സീറ്റും തർക്കവും സ്ഥാനാർത്ഥി മോഹവുമെല്ലാം തൽക്കാലം PJ ജോസഫ് മറന്നു. ഇനി UDF വിജയത്തിനായി പ്രചാരണ രംഗത്ത് സജീവം. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഗായിക കൂടിയാകുമ്പോൾ സംഗീതം ഏറെ ഇഷ്ടപ്പെടുന്ന PJ ജോസഫിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു പാട്ട് പാടാതിരിക്കാനാവില്ല. എന്നാൽ രമ്യ ഹരിദാസ് പറയുന്നത് പാടുന്നത് തൽക്കാലം നിർത്തി എന്നാണ്. UDF കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പാട്ടുപാടും എന്ന് കരുതിയവർക്ക് തെറ്റി. ഉശിരൻ പ്രസംഗം നടത്തിയാണ് രമ്യ താരമായത്. ഒരു പാട്ടിനെ പോലും പേടിക്കുന്ന CPM-കാരോട്, ഇടതുപക്ഷക്കാരോട് ഞാൻ പറയുകയാണ്, താൽക്കാലികമായി ഇടതുപക്ഷത്തിനെ പേടിച്ചിട്ടല്ല, പാട്ട് ഞാൻ തൽക്കാലം നിർത്തിവെക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിൽ കൃത്യതയോടും ചടുലതയോടും കൂടിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കാണിച്ചു തരുന്ന വഴിയിലൂടെ, പാതയിലൂടെ, മാർഗനിർദ്ദേശത്തിലൂടെ ആലത്തൂർ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിനാണ് ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആലത്തൂർ കൺവെൻഷനിൽ PJ ജോസഫ് പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്തപ്പോൾ രമ്യ ഹരിദാസ് പ്രസംഗിച്ച് കയ്യടി നേടി എന്ന് ചുരുക്കം. ന്യൂസ് 18 പാലക്കാട്. RMPയുടെ രക്തസാക്ഷി കുടുംബ സംഗമത്തെ തള്ളി വടകരയിലെ NDA സ്ഥാനാർത്ഥി VK സജീവൻ. TP ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിച്ച UDF-ഉമായിട്ടാണ് RMPക്ക് കൂട്ടുകെട്ട് എന്ന് സജീവൻ ആരോപിച്ചു. വടകരയിൽ കോലീബി സഖ്യം എന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. RMPയുടെ രക്തസാക്ഷി കുടുംബ സംഗമം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് സജീവൻ ആരോപിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിച്ച UDF-ഉമായിട്ടാണ് RMPക്ക് കൂട്ടുകെട്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ ഒത്തുതീർപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മുന്നണിയിൽ എന്തിനാണ് RMP നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വടകരയിൽ കോലീബി സഖ്യമെന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസും BJP-യും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും, സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ? കാരണം കോൺഗ്രസിന് ഒരു സീറ്റ് കുറക്കുക എന്നുള്ളതാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം തന്നെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരിക്കുകയാണ് VK സജീവൻ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 വടകര. കോതമംഗലം ചെറിയ പള്ളിയിലെത്തിയ ഓർത്തഡോക്സ് വൈദികൻ തോമസ് പോൾ റമ്പാനെ യാക്കോബായ വിഭാഗം തടഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് റമ്പാനും സംഘവും തിരിച്ചുപോയി. 3-ാം തവണയാണ് റമ്പാനെ യാക്കോബായ വിഭാഗം തടയുന്നത്. പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് ഓർത്തഡോക്സ് വിഭാഗം വ്യക്തമാക്കി. കോടതി ഉണ്ടല്ലോ ഇതിന്റെ മേലിൽ. ഈ നടന്നിരിക്കുന്നത് നിങ്ങൾ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം കോടതിന് മുമ്പിൽ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോടതിന് മുന്നിൽ പ്രസന്റ് ചെയ്യുക. കോടതി പറയുകയാണ് ഇനി കോടതി വിധി നടപ്പാക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊന്നും പറയാനില്ല. അത് നമ്മൾ ആരാണെങ്കിലും അനുസരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയല്ല, കോടതി ഇത് നടപ്പാക്കണമെന്നും ഈ രീതിയിലല്ല വേറെ രീതിയിലാണ് നടപ്പാക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ വരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി BG വിനീത ചേരുന്നു. വിനീത, ഇപ്പോൾ യാക്കോബായ വിഭാഗം പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോയോ? തീർച്ചയായും പ്രതിഷേധക്കാർ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഓർത്തഡോക്സ് വിഭാഗമാണ് പ്രതിഷേധത്തെ തുടർന്ന് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയത്. കോടതി വിധി അവർക്ക് അനുകൂലമായിരുന്നു. ഇതേ തുടർന്ന് പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയതായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം. റമ്പാന്റെ നേതൃത്വത്തിലുള്ള സംഘം. റമ്പാന്റെ മാതാവിന്റെ ചരമദിനം കൂടിയായിരുന്നു ഇന്ന്. അതിന്റെ ഓർമ്മ ദിവസമാണ്. ഇതിന്റെ പിന്നിലായി
പ്രത്യേകം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി എത്തിയതായിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് അവർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന്റെ ഒരു വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്നൊരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് പോലീസിന്റെ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയൊരു സാഹചര്യമാണുള്ളത്. വീണ്ടും കോടതിയെ സമീപിക്കുമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു അവഗണന തങ്ങൾക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉണ്ടാകുന്നു എന്നും ഓർത്തഡോക്സ് വിഭാഗത്തിലെ റംബാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് യാക്കോബായ സഭാ വിഭാഗവും ഉള്ളത്. തങ്ങൾ കോടതിയെ സമീപിക്കുമെന്നും സ്ഥിതിഗതികൾ കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ പള്ളിയും അതോടൊപ്പം തന്നെ പള്ളിയുടെ അധികാരങ്ങളൊക്കെ തന്നെ യാക്കോബായ വിഭാഗത്തിനുള്ളതാണ്. ഇത് ഒരു കാരണവശാലും ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടു നൽകാനാവില്ല എന്ന് തന്നെയാണ് യാക്കോബായ സഭാ വിശ്വാസികളും പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് വിവരങ്ങൾക്ക്. കേരളത്തിൽ ഇന്നു മുതൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലടിയിൽ യുവതി മരിച്ചത് സൂര്യാഘാതം മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നു മുതൽ 4 ദിവസം സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. താപനില 4 ഡിഗ്രി വരെ ഉയരാം. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് താപനിലയിൽ ഏറ്റവും കൂടുതൽ വർധനയുണ്ടാവുക. മാർച്ച് 26 വരെ എല്ലാ ജില്ലകളിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഉച്ചസമയത്ത് പുറം ജോലികൾ കഴിയുന്നതും ഒഴിവാക്കണമെന്നും നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട്. കാലടി ടൗണിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. നായത്തോട് വെളിയത്തുകുടി സ്വദേശി അനിലയാണ് വ്യാഴാഴ്ച കുഴഞ്ഞു വീണ് മരിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ ശരീരത്തിൽ സൂര്യാഘാതമേറ്റ് പൊള്ളലേറ്റതിന്റെ കുമിളകൾ കണ്ടെത്തി. കടുത്ത നിർജ്ജലീകരണവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുനമ്പം കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ സെൽവൻ അടക്കം 6 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതികളെല്ലാം ശ്രീലങ്കൻ വംശജരാണ്. ഇവർക്കെതിരെ മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വോട്ട് വാങ്ങുന്നതിനും ആളെ സംഘടിപ്പിക്കുന്നതിനും പ്രധാന പ്രതി ശ്രീകാന്തിനൊപ്പമുണ്ടായിരുന്ന ആളാണ് സെൽവൻ. സ്റ്റീഫൻ രാജ്, അജിത്, വിജയ്, ഇളയരാജ, അറുമുഖൻ എന്നിവർ സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാണ്. അറസ്റ്റിലായവർക്കെതിരെ മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തി. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. മാസങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾക്കൊടുവിലാണ് മനുഷ്യക്കടത്ത് നടത്തിയതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. ഒളിവിലുള്ള പ്രധാന പ്രതി ശ്രീകാന്തിനെക്കുറിച്ച് സൂചനകളും ഇവരിൽ നിന്ന് ലഭിച്ചതായാണ് വിവരം. കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ബോട്ടിൽ പോയ സംഘത്തിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ 6 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. സിറോ മലബാർ സഭയിലെ ഭൂമി വിവാദത്തിൽ എഫ്ഐആർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അപേക്ഷ നൽകി. ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിനെയും ഫാദർ പോൾ തേലക്കാടിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ. വ്യാജരേഖ ഉണ്ടാക്കിയവരെ കണ്ടുപിടിക്കാനാണ് പരാതി നൽകിയത് എന്നും ബിഷപ്പ് മനത്തോടത്തിനും ഫാദർ പോൾ തേലക്കാടിനുമെതിരെ അല്ല പരാതിയെന്നും കർദിനാൾ അപേക്ഷയിൽ പറയുന്നു. സിനഡ് നിർദ്ദേശപ്രകാരമായിരുന്നു തന്റെ നടപടിയെന്നും ജോർജ് ആലഞ്ചേരി വിശദീകരിച്ചു. വ്യാജരേഖാ വിവാദത്തിൽ പുതിയ പരാതി നൽകുമെന്നും കർദിനാൾ അറിയിച്ചു. മേജർ സുപ്പീരിയേഴ്സിനും പ്രൊവിൻഷ്യസിനും അയച്ച കത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇക്കാര്യം അറിയിച്ചത്. ചെർപ്പളശ്ശേരി പീഡനക്കേസിൽ അറസ്റ്റ് വൈകും. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വസ്തുതാ പരിശോധന പൂർത്തിയായതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പോലീസ്. ചെർപ്പുളശ്ശേരി പീഡന പരാതിയിൽ യുവതിയിൽ നിന്നും പാലക്കാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കിയ ശേഷം പോലീസിന് വസ്തുതാ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ. ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായി എന്നാണ് യുവതിയുടെ പരാതി. എന്നാൽ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുന്ന പ്രതി ഒരിക്കൽ പോലും യുവതിയുമായി പാർട്ടി ഓഫീസിൽ പോയിട്ടില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇതാണ് പോലീസിനെ കുഴക്കുന്നത്. DNA പരിശോധന ഉൾപ്പെടെ നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വസ്തുതാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മറ്റു നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് ഉന്നത തലത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. എന്നാൽ നടപടികൾ വൈകുന്നത് CPMനെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1000 കോടി രൂപയുടെ ലഹരിമരുന്ന്. അന്താരാഷ്ട്ര ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാന ജില്ല മാറി എന്നാണ് വിലയിരുത്തൽ. മാഫിയയെ ഇല്ലാതാക്കാൻ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെ നിയമ നടപടികൾ കർശനമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. ഹാഷിഷ് ഓയിൽ പോലെ വീര്യം കൂടിയതും അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതുമായ ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാനം മാറിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ലഹരിമരുന്ന് തലസ്ഥാനത്തെത്തിച്ച് വിമാനത്താവളം വഴി കടത്തുകയാണ് രീതി. 6 മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം പിടികൂടിയത് 45 കോടിയുടെ ഹാഷിഷ് ഓയിൽ. സംസ്ഥാനത്താകെ പിടികൂടിയത് 88 കിലോ. ഈ ഓഫീസിൽ നിന്ന് മാത്രം 45 കിലോ ഹഷീഷ് കഴിഞ്ഞ 9 മാസത്തിൽ പിടിച്ചു.
അത് 45 കോടി രൂപയുടെ സാധനമായിരുന്നു. ഹാഷിഷ് ഓയിലിനും കഞ്ചാവിനും പുറമെ ബ്രൗൺ ഷുഗർ, MDMA, ലഹരി ഗുളികകൾ എന്നിവയും സംസ്ഥാനത്ത് വലിയ തോതിൽ വിറ്റഴിക്കുന്നു. വിദ്യാർത്ഥികൾ മുതൽ വ്യവസായികളും സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ളവരും ഈ ശൃംഖലയിലെ കണ്ണികളാണ്. താഴെ കിടക്കുന്ന പൈസ ഇല്ലാത്ത ജോലിയില്ലാത്ത ആളുകൾ മാത്രമേ ചെയ്യുന്ന പണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ചെയ്യുന്നത് അത് പൈസ കൂടുതലായതുകൊണ്ട് അലങ്കരിക്കുകയാണ്. നമ്മൾ മൂല്യങ്ങളെല്ലാം പോയി. ഇല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഒരു ടീച്ചറോ ഇല്ലെങ്കിൽ പ്രൊഫസറോ ഇല്ലെങ്കിൽ ഡോക്ടറോ ഇത് ചെയ്യുമെന്ന് ആര് വിചാരിച്ചോ? അപ്പോൾ ആ അവസ്ഥയിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇതിന്റെ ഭാഗമായാണ് ലഹരി കടത്തിന് നേതൃത്വം നൽകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ആരംഭിച്ചത്. കുപ്രസിദ്ധ ലഹരി മരുന്ന് വ്യാപാരി മൂർഖൻ ഷാജിയുടെ സ്വത്ത് ഉടൻ കണ്ടുകെട്ടും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ലോക കാലാവസ്ഥാ സംഘടന നിലവിൽ വന്നതിന്റെ വാർഷിക ദിനമാണ് കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. കൊടിയ ചൂടിന്റെ വറുതിയിലാണ് കേരളീയർ ഈ ദിനം കടന്നുപോകുന്നത്. സൂര്യനും ഭൂമിയും കാലാവസ്ഥയും എന്നതാണ് ഇത്തവണത്തെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ വിഷയം. മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാവുന്ന തരത്തിൽ കാലാവസ്ഥ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് കടന്നുപോകുന്നത്. കാട്ടുതീയായും പേമാരിയായും വരൾച്ചയായും കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം കനത്ത മഴയാണ് കേരളത്തിന്റെ കാലാവസ്ഥ തകരാറിലാക്കിയത്. ഈ വർഷം വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം കൊടും ചൂടിലെത്തി. അസാധാരണമായ മഞ്ഞുവീഴ്ചയും തണുപ്പുമായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാനത്തുണ്ടായത്. ഇപ്പോഴാകട്ടെ ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശത്തിലാണ് കേരളീയരുടെ ജീവിതം. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടലുകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ് ഈ കാലാവസ്ഥാ ദിനം ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉത്തർപ്രദേശിലെ സാമ്പലിൽ BJPയുടെ പ്രചാരണ പരിപാടിയുടെ സ്റ്റേജ് തകർന്ന് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. BJP കിസാൻ മോർച്ച നേതാവ് അവധേഷ് യാദവിന്റെ കാല് ഒടിഞ്ഞു. BJP സംഘടിപ്പിച്ച ഹോളി മിലൻ പരിപാടിക്കിടെയായിരുന്നു അപകടം. നേതാക്കൾ കൂട്ടമായി വേദിയിലേക്ക് ഇടിച്ചു കയറിയതാണ് സ്റ്റേജ് തകരാൻ കാരണമായത്.